കൊറോണ കാലഘട്ടത്തിന് ശേഷം, അതായത് ഒരു ഇടവേളയ്ക്ക് ശേഷം അങ്ങനെ പറയാം, എനിക്ക് ഡാൻസ് പഠിപ്പിക്കാൻ കിട്ടിയ കുട്ടികളാണ് കേട്ടോ ഇവർ. ഇവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ രാഗമൽഹാർ എന്നാണ് പേര്. തൃത്താലയാണ് കേട്ടോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത്. ഇത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനല്ല, തുഷാര എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെയാണ് കേട്ടോ. കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റെസ്റ്റിലിരിക്കുകയായിരുന്നു. ആ സമയത്താണ് തുഷാര ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചത്, ഇങ്ങനെ ഡാൻസ് പഠിപ്പിക്കാൻ വരാൻ പറ്റുമോ എന്ന്. അപ്പോൾ ഞാൻ ചെന്നു. ഞാൻ ആദ്യമായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്നത് ഈ കുട്ടികളെ തന്നെയാണ് കേട്ടോ. 4 വർഷമായി ഞാൻ ഇവർക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ ഏപ്രിലായിരുന്നു ഇവരുടെ അരങ്ങേറ്റം ഉണ്ടായിരുന്നത്. അരങ്ങേറ്റമൊക്കെ നല്ല വൃത്തിയായിട്ട് നടന്നു കേട്ടോ. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ബാക്കി കുട്ടികളൊക്കെ പോയി, ഇവർ മാത്രമായി. ഇവിടെ എങ്ങനെയാ വെച്ചാൽ 3 ബാച്ചായിട്ടാണ് ക്ലാസ് കേട്ടോ. നല്ല ചെറിയ കുട്ടികളുടെ ഒരു ബാച്ചുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ 5, 6, 7 ക്ലാസ്സുകളിൽ വരുന്ന കുറച്ച് വലിയ കുട്ടികളുടെ ബാച്ചുണ്ട്. പിന്നെ വർക്കിംഗ് വുമൻസിൻ്റെ വേറെ ബാച്ചുണ്ട് കേട്ടോ. അങ്ങനെ 3 ബാച്ചുകളിലായിട്ടാണ് ക്ലാസ്സുകളുള്ളത് കേട്ടോ. അപ്പോൾ ഇന്ന് ബാക്കി എല്ലാവരും പോയപ്പോൾ ഇവർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇവരുടെ ചെറിയ ചെറിയ വീഡിയോസ് എടുത്തിടാമെന്ന്. അങ്ങനെയാണ് ഇവരുടെ വീഡിയോ എടുക്കൽ തുടങ്ങിയത് കേട്ടോ. തൃത്താല എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നൊരു 3 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ ദൂരം ഉണ്ടായിരിക്കും തൃത്താലയ്ക്ക് കേട്ടോ. ഭാരതപ്പുഴയുടെ അക്കരയും ഇക്കരയും ആണ് പള്ളിപ്പുറവും തൃത്താല കേട്ടോ. നടുക്ക് കൂടെ ഒരു വെള്ളിയാങ്കല്ല് പാലുണ്ട്. ഞങ്ങൾ പഴയങ്ങാടി സ്കൂളിൽ 5, 6, 7 UP ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് നമ്മുടെ വെള്ളിയാങ്കല്ല് പാലത്തിൻ്റെ ഉദ്ഘാടനമൊക്കെ ഉണ്ടായത് കേട്ടോ. അതിനുശേഷം വളരെ സൗകര്യമായി നമുക്ക് തൃശ്ശൂർക്കും അതേപോലെ കുന്നംകുളത്തേക്കും ഗുരുവായൂർക്കും ഒക്കെ പോകാൻ എളുപ്പമായി പാലം വന്നപ്പോൾ കേട്ടോ. അതിന് മുന്നേയൊക്കെ അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്, പുഴയിൽ കൂടെ തോണിയിലായിരുന്നു ഇത്രേ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പാലം പണി കഴിഞ്ഞപ്പോൾ തോണിയൊന്നുമില്ല. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു പ്രാവശ്യം നല്ല വേനൽക്ക് പുഴ നടന്ന് മുറിഞ്ഞ് കടന്ന ഒരു ഓർമ്മയൊക്കെ എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയല്ല കേട്ടോ നമ്മുടെ ക്ലാസ്, വലിയ ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ എല്ലാ ബാച്ചിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ.